Good morning. Good morning, ma'am. Okay, good morning. Okay, Manida, Sarah, Angel, okay. Good morning. Okay, Anjana. ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പുതിയ ടോപ്പിക്സ് എടുക്കുന്നില്ല കേട്ടോ. ഇന്ന് നമുക്ക് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമുക്കൊരു ഡിസ്കഷൻ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം 29th നിങ്ങൾക്കൊരു എക്സാം പറഞ്ഞിട്ടുണ്ടല്ലോ, ടേം എക്സാം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് ഇപ്പോഴുള്ള ക്ലാസ്സിൽ നമുക്ക് അതൊന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് എക്സാമിന് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടും, ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മള് ടേം എക്സാമില് ഞാൻ എടുത്ത ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ടേം എക്സാമിനകത്ത് ഞാൻ എടുത്ത ടോപ്പിക് ചാപ്റ്റർ നമ്പർ 3 ആയിരുന്നു കേട്ടോ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ആ ഒരു ചാപ്റ്റർ ആണ് ഞാൻ എടുത്തത്. അപ്പൊ നമ്മൾ അതിനകത്ത് എന്താണ് ട്രെയിനിങ്, എന്താണ് ഡെവലപ്മെന്റ് എന്നുള്ളതും അതിന്റെ കമ്പാരിസൺ ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചിരുന്നു അല്ലെ. ട്രെയിനിങ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. എന്തായിരുന്നു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന എംപ്ലോയീസിന്റെ സ്കില്ലുകൾ അല്ലെ, അവരുടെ നോളജുകൾ എല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. കാര്യം എന്താണ്, പെട്ടെന്ന് ഇങ്ങനെ നടപ്പിലാക്കുന്ന ഒരു ആക്ടിവിറ്റി ആണോ അത്? അല്ല, അതിന് വളരെയധികം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് പുതിയ എംപ്ലോയീസിന് മാത്രം നമ്മൾ കൊടുക്കുന്നതല്ല ട്രെയിനിങ് അല്ലെ. കാര്യം പുതിയ ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ആ ഒരു ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമാണോ, പുതിയ ആളുകൾക്ക് മാത്രമാണോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ പറഞ്ഞത്? അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെ, ഓൾറെഡി ആ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? കാര്യം നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജീസ്, പുതിയ ട്രെൻഡുകളൊക്കെ വരുമ്പോ അല്ലെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ വരുമ്പോ അതുമായിട്ട് പൊരുത്തപ്പെടാനും അത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും അവരുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള ജീവനക്കാർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് ആണോ? അല്ല, ഒരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആണ് അല്ലെ. ട്രെയിനിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു 8ഓളം പോയിന്റുകൾ നമ്മൾ 7 പോയിന്റുകളോളം നമ്മൾ പഠിച്ചിരുന്നു കേട്ടോ. ആ പോയിന്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ വായിക്കുക കേട്ടോ. അതൊക്കെ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ഒരു എന്താ പറയാ ട്രെയിനിങ്ങിന്റെ സിഗ്നിഫിക്കൻസിൽ ഉൾപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. അപ്പൊ ഓരോ പോയിന്റുകളും വായിക്കുമ്പോൾ മനസ്സിലാക്കുക ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ ഓരോന്നും പറയുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ചത് ട്രെയിനിങ് പ്രോസസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രെയിനിങ് എന്ന് പറഞ്ഞാല് അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, അതൊരു വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ല എന്നുള്ളതും നമുക്കറിയാം അല്ലെ. അപ്പൊ ആ ട്രെയിനിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്സുകൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് പ്രത്യേകത പറയാണ്, ട്രെയിനിങ് പ്രോസസ്സിന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് വരുന്നത് കേട്ടോ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ നീഡ്സ് അസസ്മെന്റ്, സെക്കൻഡ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ആദ്യം നമ്മൾ നീഡ്സ് അസസ്മെന്റ് അല്ലെ, ട്രെയിനിങ് നടത്തുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അല്ലെ. അത് ആദ്യം എന്താണ് നീഡ്സ് അസസ്മെന്റ് അല്ലെ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ നീഡ്സ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ ട്രെയിനിങ് കൊടുക്കാനാണ് അല്ലെ. ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യും അല്ലെ. നീഡ്സ് അസസ്മെന്റ്. സെക്കൻഡ് വൺ എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു.
ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താണ്? ഡിസൈനിങ് ആണ്. അതിനനുസരിച്ച് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഡിസൈൻ ചെയ്ത് എല്ലാം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രെയിനിങ് ഇംപ്ലിമെന്റ് ചെയ്യാം, നടപ്പിലാക്കാം. സോ ഇംപ്ലിമെന്റേഷനോടുകൂടി അവസാനിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത ട്രെയിനിങ് പ്രോഗ്രാം അത് ഇഫക്റ്റീവ് ആണോ അല്ലയോ, അതിനകത്ത് എന്തെങ്കിലും ഡ്രോബാക്സുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇവാലുവേഷനും കൂടെ വേണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നീഡ്സ് അസസ്മെന്റ്, setting objectives, designing, implementation and evaluation. Okay, അത്രേ ഉള്ളൂ. പിന്നെ ഓരോന്ന് നിങ്ങൾ മനസ്സിലാക്കാം. എന്താണ് നീഡ് അസസ്മെന്റ്, അത് എത്രാമത്തെ സ്റ്റെപ്പാണ്? ഓക്കെ, അതുപോലെ ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അഥവാ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിനകത്ത് പറയുന്നത്? ഡിസൈനിങ്, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തീരുമാനിക്കുന്നത്? ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ തീരുമാനിക്കും? ആരൊക്കെയാണ് ട്രെയിനീസ്, ട്രെയിനർമാർ ആരൊക്കെയാണ്, ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ നടത്തേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ഡിസൈനിങ് അല്ലെ? ഡിസൈനിങ് എന്ന് പറയുമ്പോൾ അതാണ് അല്ലെ, ആരൊക്കെയാണ് ട്രെയിനീസ്, ആരൊക്കെയാണ് അല്ലെ, ഇനി അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ട്രെയിനർമാര് എങ്ങനെയുള്ളവരാണ്, ഏത് ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസൈനിങ്ങിനകത്ത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റേഷൻ, പിന്നെ ലാസ്റ്റ് ഇവാലുവേഷൻ. അത് നിങ്ങൾ നല്ല പോലെ പഠിക്കുക കേട്ടോ. ഓരോ സ്റ്റെപ്പുകളും നല്ല പോലെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പഠിക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് ട്രെയിനിങ് മെത്തേഡുകളാണ്. പ്രധാനമായിട്ടും 2 മെത്തേഡുകളാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലെ. ഇതൊക്കെയായിരുന്നു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും. അതിനകത്ത് തന്നെ ഒരുപാട് ഡിവിഷൻസ് നമ്മൾ കണ്ടു അല്ലെ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് പറയുന്ന മറ്റൊരു പേര് എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് അല്ലെ. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് പരിശീലനം ലഭിക്കുന്ന ആ ഒരു ട്രെയിനിങ്ങിനെയാണ് ഓൺ ദ ജോബ് അല്ലെ. നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് കൊണ്ട് ജോലിക്ക് കയറ്റുകയല്ല ചെയ്യുന്നത്. അവര് ആ ജോലിയിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്ന ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ അവരെന്താണ് അതിൽ നിന്നും സ്കില്ലും നോളജും മറ്റുള്ള എക്സ്പീരിയൻസ് ഒക്കെ അക്വയർ ചെയ്യുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. അതിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന 2 മെത്തേഡുകളിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രെയിനിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. അതിൽ തന്നെ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 4 എണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ജോബ് റൊട്ടേഷൻ. നമ്മൾ ഈ ടാലന്റ് മാനേജ്മെന്റ് പഠിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് അല്ലെ. അതായത് ഒരു ജോലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മാസ്റ്റർ ആവും, അതിൽ നിന്ന് നോളജും സ്കില്ലും അക്വയർ ചെയ്യുന്നതോടൊപ്പം അതിന് അക്വയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ജോബിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ ഒരു വാല്യൂ? എന്താണ് അതിന്റെ ഒരു ഗുണം? എന്താണ് ബെനിഫിറ്റ്? എല്ലാ ജോലികളും ചെയ്യുന്ന ആളുകളെ റെസ്പെക്ട് ചെയ്യാനും അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അല്ലെ. രണ്ടാമത്തേത് കോച്ചിങ് ആണ്. അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും അല്ലെ. അദ്ദേഹമാണ് ഒരു ട്രെയിനിക്ക് എന്ത് കൊടുക്കുന്ന ഒരു സൂപ്പർവൈസർ. നമ്മളവിടെ ട്രെയിനറിനോ കോച്ചിങ് കൊടുക്കുന്ന അങ്ങനെ നമ്മൾ പറയുന്നില്ല, ഒരു സൂപ്പർവൈസർ. അദ്ദേഹം അവിടെ കോച്ചായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, ഫീഡ്ബാക്സ് കൊടുക്കുന്നു. അതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് അല്ലെ. എന്താണ് ആ മെത്തേഡിലെ ട്രെയിനർ എന്ത് ചെയ്യാണ്? എങ്ങനെ ജോലി ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ് അല്ലെ. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ? കോച്ചിങ്ങും ജോബ് ഇൻസ്ട്രക്ഷനും സെയിം ആണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർവൈസർ ഉണ്ടാവും, ആ ജോലി ഓൾറെഡി ചെയ്തു പോകുന്ന അതില് ആളുകൾക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അദ്ദേഹമാണ് ഒരു കോച്ചായിട്ട് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എങ്ങനെ ജോലി ചെയ്യണം എന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കില്ല. പകരം ആ ജോലി അവർ ചെയ്യട്ടെ, അതിന്റെ ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ആര് കൊടുക്കും? സൂപ്പർവൈസർ കൊടുക്കും. അപ്പൊ ഫീഡ്ബാക്ക് മനസ്സിലാക്കിക്കൊണ്ട് എംപ്ലോയീസിന് അവർക്ക് സ്വയം ഇംപ്രൂവ് ചെയ്യാനും കാര്യങ്ങൾക്കും സാധിക്കും.
അത്രേ ഉള്ളൂ കോച്ചിങ് കേട്ടോ. അതേസമയം ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണ്? അവിടെ ഒരു ട്രെയിനർ കറക്റ്റ് ആയിട്ട് അവർക്ക് അസൈൻ ചെയ്തു കൊടുത്തിരിക്കുന്ന ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കണം. പക്ഷെ കോച്ചിങ്ങിന് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല, അത് ചെയ്യും, അതിനുള്ള ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, അല്ലാണ്ട് ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നില്ല, ജസ്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കും. ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കിയിട്ട് അവരുടെ പെർഫോമൻസ് അവർക്ക് ഇംപ്രൂവ് ചെയ്യാം. അതാണ് കോച്ചിങ്. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ജോലി ഇങ്ങനെ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ. അതിൽ എന്തുണ്ടാവും? കോച്ചിങ്ങും ജോബ് ഇൻസ്ട്രക്ഷനും വായിക്കുന്നത് രണ്ട് സെയിം അല്ല, ഇതിലിപ്പോ എന്താ വ്യത്യാസം എന്ന് തോന്നാം കേട്ടോ. വ്യത്യാസം ഉണ്ടായിട്ട് അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. പിന്നെ കമ്മിറ്റി അസൈൻമെന്റ് ആണ്. കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്തേലും പറഞ്ഞൊരു കമ്മിറ്റി കൂടാന്ന് പറയുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഉണ്ട്, അവർക്ക് നമ്മൾ ഒരു പ്രോബ്ലം ഇട്ട് കൊടുക്കുകയാണ്, ഒരുമിച്ച് അല്ലെ, അവര് കളക്റ്റീവായിട്ട് ഒരുമിച്ച് അവർ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമ്മൾ അവരോട് ആവശ്യപ്പെടുകയാണ് അല്ലെ. അതാണ് എന്ത്? കമ്മിറ്റി അസൈൻമെന്റ്. ഇത് നാലും എന്തിന് വരുന്നതാണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ പറഞ്ഞത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് എന്ന് പറയുന്നത് എന്താ പ്രത്യേകത? നമ്മൾ ഓൾറെഡി ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരെ ആ ജോലിയിലോട്ട് അസൈൻ ചെയ്യുന്നത്. അതിനകത്ത് 5 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മാറിപ്പോകരുത് കേട്ടോ. ഓൺ ദ ജോബിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് വരുന്നത് എന്താണെന്ന് അത് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് 5 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് എന്തായിരുന്നു? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഓർമ്മയുണ്ടോ? വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒരു റൂം എന്നുള്ള അർത്ഥമാണ്, ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ഹാൾ എന്നൊക്കെയുള്ള അർത്ഥമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ആക്ച്വൽ ഒരു വർക്ക് എൻവയോൺമെന്റിനെ നമ്മളൊരു ക്ലാസ് റൂമിനകത്ത് റീക്രിയേറ്റ് ചെയ്യുന്നു. ഇതല്ലേ നമ്മൾ പഠിച്ചേ? വർക്ക് കണ്ടീഷൻസ് ആർ റീക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. അതെന്താണ്? വെസ്റ്റിബ്യൂൾ ആണ് അല്ലെ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞാൽ എന്താ? റോൾ പ്ലേ കളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യാണ് അല്ലെ. ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിന് നമ്മൾ അതേ ക്യാരക്ടറും റിയലിസ്റ്റിക് ബിഹേവിയറിൽ ഒരു ഇമാജിനറി സിറ്റുവേഷനിൽ നമ്മൾ റോൾ പ്ലേ ചെയ്തുകൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കുകയാണ്. അവിടെയുള്ള ആളുകളും അവിടെയുള്ള ആളുകളെ അവരെയൊക്കെ റോൾ പ്ലേ ചെയ്തുകൊണ്ട് ഒരു റിയലിസ്റ്റിക് ബിഹേവിയറിലേക്ക് അങ്ങനെ പെരുമാറിക്കൊണ്ട് നമ്മൾ ഒരു ട്രെയിനിങ് നേടുന്നതാണ് റോൾ പ്ലേ എന്ന് പറയുന്നത് അല്ലെ. അതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണ്. ഏറ്റവും എന്താ പറയാ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെ, ഇറ്റ് ഈസ് എ ക്ലറിക്കൽ ഡയറക്റ്റ് ട്രഡീഷണൽ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെക്ചർ മെത്തേഡാണ് അല്ലെ. ഞാനൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ലെക്ചർ മെത്തേഡാണ് അല്ലെ. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിന്റെ ഒരു ഗുണം എന്താണ് പറയാനുള്ളത്? ഒരു ബൾക്ക് ഓഫ് ആളുകൾക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത് ലെക്ചർ മെത്തേഡാണ് കേട്ടോ. എല്ലാം വ്യത്യാസവും ഉണ്ട്. പിന്നെ കോൺഫറൻസ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? കോൺഫറൻസ് പൊതുവെ നമ്മൾ ക്ലറിക്കൽ പ്രൊഫഷണൽ സൂപ്പർവൈസറി സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. നേരത്തെ നമ്മൾ ഓൺ ദ ജോബിനകത്ത് കമ്മിറ്റി അസൈൻമെന്റ് പഠിച്ചില്ലേ? അതിന് സമാനമായിട്ടുള്ള ഒരു ഓഫ് ദ ജോബിൽ വരുന്ന ഒന്നാണ് എന്ത്? കോൺഫറൻസ്. അവിടെ നമ്മൾ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവും, അവർക്ക് അവരുടെ ഐഡിയാസ് പറയാം, അവർക്ക് അവരുടെ ഫാക്ടുകൾ ഷെയർ ചെയ്യാം, അവരുടെ ഐഡിയാസും എസെൻഷ്യൽസും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു കൺക്ലൂഷനിൽ എത്താം. ഏകദേശം ഇതിന് സമാനമായിട്ടുള്ള ഓൺ ദ ജോബ് ട്രെയിനിങ് നമ്മൾ പഠിച്ചതാണ് കമ്മിറ്റി അസൈൻമെന്റ്. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നമ്മളൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കുന്നു, അവരോട് ഒരുമിച്ചിരുന്നു കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറഞ്ഞു. ഏകദേശം അതേ മോഡൽ തന്നെയാണ് കോൺഫറൻസിനകത്ത് നടക്കുന്നത് കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിന് നമ്മള് ശരിക്കും പറഞ്ഞ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് അല്ലെ. അവിടെ നമ്മൾ ഇറ്റ് ഈസ് പ്രസന്റഡ് കെയർഫുള്ളി പ്ലാൻഡ് സീക്വൻഷ്യൽ സീരീസ് ആയിട്ട്. അതായത് ഒരു കാര്യത്തിന് നമ്മളൊരു സ്മോൾ സ്റ്റെപ്സ് ഓഫ് സീക്വൻഷ്യൽ സീരീസ്, ചെറിയ സ്റ്റെപ്പുകൾ അടങ്ങുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നത്? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ് അല്ലെ, ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഏതാണ്? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ഇത്രയാണ് ഓഫ് ദ ജോബിനകത്ത് നമ്മൾ പഠിച്ചത്, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ നോക്കിയത് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആ ഡിഫറൻസ് അവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്ന് നിങ്ങൾ വായിച്ച് അത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. എങ്കിലും അത് നല്ലപോലെ മനസ്സിലാക്കി തന്നെ പോകണം കേട്ടോ. ഓക്കെ,
അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് നമ്മൾ പഠിച്ചത് മാനേജ്മെന്റ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ടാണ് അല്ലെ. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ആർക്ക് കൊടുക്കുന്നതാണ്? മാനേജേഴ്സ് അല്ലെ. മാനേജ്മെന്റ് നിർവഹിക്കുന്ന ആരാണ്? മാനേജർമാരാണ് അല്ലെ. അപ്പൊ മാനേജേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആൻഡ് ഗ്രോത്ത് ആണ് അല്ലെ. ഓക്കെ, അതാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. മാനേജേഴ്സിന് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുത്ത് മാനേജേഴ്സിന്റെയും എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യും. അങ്ങനെ നമ്മളുടെ ആ ഒരു ഓർഗനൈസേഷന് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എടുക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്താണ്? അതുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻസുകൾ അവിടെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. അതിന്റെ കൺസെപ്റ്റും ഒബ്ജക്റ്റീവ്സും നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ വിവിധ സ്റ്റേജുകളാണ്. 4 സ്റ്റേജുകളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് പ്ലാനിംഗ് ഉണ്ട്, പിന്നെ കോച്ചിങ് ഉണ്ട്, വരുന്നത് റിവ്യൂവിംഗ് ഉണ്ട്, ലാസ്റ്റ് വൺ വരുന്നത് എന്തായിരുന്നു? ആക്ഷൻ ആണ്. അതിലെ തന്നെ കുറെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. പ്ലാനിങ് എല്ലാത്തിനും കോമൺ സ്റ്റെപ്പ് ആണ് അല്ലെ. പ്ലാനിങ്ങിനകത്ത് തന്നെ 3 സ്റ്റെപ്പ് ഉണ്ട്. ഡിഫൈനിങ് സ്റ്റേജ് ഉണ്ട്, ഫീഡ്ബാക്ക് സ്റ്റേജ് ഉണ്ട്, അപ്രൂവൽ സ്റ്റേജ് ഉണ്ട്. കോച്ചിങ്ങിനകത്ത് ഒരുപാട് സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതുപോലെ റിവ്യൂവിംഗിനകത്ത് 2 റിവ്യൂവിംഗ് എംപ്ലോയി പെർഫോമൻസും റിവ്യൂവിംഗ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സും. ഓക്കെ, ദെൻ ആക്ഷൻ ആണ് അല്ലെ. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷനും setting the stage for next year's performance management cycle. പിന്നെ നമ്മൾ പഠിച്ചത് പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതെന്ന് പറഞ്ഞ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇവാലുവേഷൻ ആണ്, വിലയിരുത്തലാണ് അല്ലെ. ഇറ്റ് ഇസ് ദ ഇവാലുവേഷൻ ഓഫ് എൻ എംപ്ലോയീസ് പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരെണ്ണം പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു വ്യത്യാസങ്ങളും കൃത്യമായിട്ട് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇത്രയുമാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇപ്പൊ ഒന്ന് ഓർമ്മ കിട്ടിയോ നിങ്ങൾക്ക്? കഴിഞ്ഞ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻസുകളൊക്കെ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് നിങ്ങളൊന്ന് സ്വയം നോക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ആൻസർ ഒക്കെ നമ്മളിവിടെ പറയുമെങ്കിലും നോക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കണം, എവിടെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതിന് ഐഡിയ കിട്ടും കേട്ടോ. അപ്പൊ ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. Why is ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. Why is training considered a continuous or never-ending process? Why is training considered a continuous or never-ending process? എന്തുകൊണ്ടാണ് ഒരു ട്രെയിനിങ് ഒരു തുടർച്ചയായിട്ടുള്ള നെവർ-എൻഡിങ് പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്ന് കേൾക്കുക. ഓപ്ഷൻ എ ഇതായിരുന്നു, because it is only for newly recruited employees. Option B, because it refreshes old workers on new methods and increases the skills of new employees. Option C, because it is a one-step process. Option D, because it is an informal activity. ഏതായിരിക്കും ആൻസർ? വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്തുകൊണ്ടാണ് ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ടുള്ള നെവർ എൻഡിങ് പ്രോസസ് ആയിട്ട് കണക്കാക്കുന്നത്? ബിക്കോസ് ഇറ്റ് റിഫ്രഷസ് ഓൾഡ് വർക്കേഴ്സ് ഓൺ ന്യൂ മെത്തേഡ്സ് ആൻഡ് ഇൻക്രീസസ് ദ സ്കിൽ ഓഫ് ന്യൂ എംപ്ലോയീസ്. പറഞ്ഞല്ലോ, പുതിയ ആളുകൾക്ക് മാത്രമല്ല നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ, നിലവിലുള്ള ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഓക്കെ ആണ് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലിസ്റ്റഡ് as a significant reason for the importance of training? Okay, which of the following is listed as a significant reason
for the importance of training. എന്തെന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് തുടക്കം തന്നെ നമ്മൾ പഠിക്കുന്നത് കുറച്ചുകൂടെ അതിനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയിന്റ് ഒക്കെ നോക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ടു ഡിക്രീസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ വർക്ക് ഫോഴ്സ്. ഓപ്ഷൻ ബി to respond to the technological changes affecting the job requirements. Option C, to avoid career development for employees. And option D, to reduce the need for recruitment. പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ. എന്താണ് കറക്റ്റ്? ഡി ആണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ടു റെസ്പോണ്ട് ടു ദ ടെക്നോളജിക്കൽ ചേഞ്ചസ് അഫക്ടിങ് ജോബ് റിക്വയർമെന്റ്സ് അല്ലെ? നമ്മുടെ ജോബ് റിക്വയർമെന്റ്സിനനുസരിച്ച് ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ അഞ്ജന. അതായത് നമ്മുടെ ജോബ് റിക്വയർമെന്റ്സിനനുസരിച്ചിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് കൊണ്ടുവരാം അല്ലെ? ഓക്കെ ചെയ്യുന്നു, കറക്റ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അല്ലെ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പ്രോസസ്? ഞാൻ ഓപ്ഷൻ തരണോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എ സിസ്റ്റമാറ്റിക് ട്രെയിനിങ് പ്രോസസ്? ആൻസർ ഒന്ന് പറയണേ. Need assessment. Needs assessment. കറക്റ്റ് ആണ് കേട്ടോ. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരും പറഞ്ഞത് ഓക്കെയാണ്. അഞ്ജന ഓക്കെയാണ്. നീഡ് അസസ്മെന്റ് വനിത ഓക്കെ കേട്ടോ. നീഡ് അസസ്മെന്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്പ് അല്ലെ? നീഡ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, പിന്നെന്താണ് ഡിസൈനിങ്, എക്സിക്യൂഷൻ, ഇവാലുവേഷൻ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Next question ശ്രദ്ധിച്ചോളൂ. A training needs assessment can be studied from which 2 perspectives? നമ്മൾ നീഡ്സ് അസസ്മെന്റ് എന്താന്നൊക്കെ കുറെ പാരഗ്രാഫൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കണം കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. A training needs assessment can be studied from which 2 perspectives? ഏത് 2 പെർസ്പെക്ടീവ്സിലൂടെയാണ് നമുക്ക് ട്രെയിനിങ്ങിന്റെ നീഡ്സ് അസസ്മെന്റ് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻ എ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ്. Option B, short term and long term. Option C, individual and group. Option D, internal and external. Individual and group. Individual and group. ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലേ നിങ്ങൾ ആൻസർ പറഞ്ഞത്? ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, 2 പെർസ്പെക്ടീവ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ആഫ്റ്റർ ദ നീഡ്സ് ആർ അസസ്ഡ്, വാട്ട് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ദ ട്രെയിനിങ് പ്രോസസ്? സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ പറഞ്ഞോളൂ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് നാം തന്നെ അല്ലെങ്കിൽ ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയാം കേട്ടോ. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ഡിസൈഡഡ് ഡ്യൂറിംഗ് ദ ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റെപ്പ്? ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് തീരുമാനിക്കുന്നത്? ഓപ്ഷൻ എ, ദ ലൊക്കേഷൻ ഓഫ് ദ കമ്പനി കഫറ്റീരിയ. ഓപ്ഷൻ ബി, who the trainees and trainers will be and the methods to be used. Option C, the annual budget for the entire company. Option D, the final evaluation feedback from the employees. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കറക്റ്റ് ആണ് അല്ലെ? ആരൊക്കെയാണ് ട്രെയിനികൾ, ആരൊക്കെയാണ് ട്രെയിനർമാര്,
അതുപോലെ ഏത് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ തീരുമാനിക്കുന്നത് കേട്ടോ. അടുത്തത് the fourth step in the training process where the plan is put into action is called dash. എന്താണ് പറയാ? Needs assessment, designing, evaluation, implementation of the training program. എന്താണ്? Implementation. 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 Okay, correct ആണ് കേട്ടോ. Implementation. അടുത്തത് what is the final step in the training process used to determine the effectiveness of the session? Effectiveness of the session. Okay. Option A, needs assessment. Option B, setting objectives, and C, designing the evaluation. Okay, correct ആണ് കേട്ടോ. Evaluation. Evaluation. Okay. On the job training methods are also known as option A, vestibule training. Option B, job instruction training. Option C, role playing. Option D, lecture method. ഏതാണ് ആൻസർ? Job instruction. Job instruction method. Okay, correct ആണ് Job കേട്ടോ. instruction. Job instruction method. Okay, direct question ആണ് കേട്ടോ. അടുത്ത question, which on the job training method involves transferring trainees from one job to another to gain the experience? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓൺ ദ ജോബിൽ പറഞ്ഞ എല്ലാ മെത്തേഡും നമ്മുടെ മനസ്സിൽ വരണം. ഓപ്ഷൻ എ കോച്ചിങ്, ബി ജോബ് റൊട്ടേഷൻ, സി കമ്മിറ്റ്മെന്റ് കമ്മിറ്റി അസൈൻമെന്റ് ആൻഡ് ഡി ജോബ് ഇൻസ്ട്രക്ഷൻ. ജോബ് റൊട്ടേഷൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ ടാലന്റ് മാനേജ്മെന്റിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ. അടുത്തത് കേട്ടോ, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് റിക്വയർ ദ ട്രെയിനി ടു ബി. Of the job training methods require the trainee to be option A, placed on a regular job. Option B, removed from the job setting to concentrate on learning. Option C, coached by their direct supervisor. Option D, transferred between the different departments. ഇതാണ് ഓപ്ഷൻ ബി. Option B, trainees removed from the job setting. ഇതാണ് Option D അല്ലേ മാം? Trainees removed from from the job setting. removed from the job setting to concentrate on learning. കേട്ടോ, അതായത് നമ്മൾ അവരെ ജോലിയിൽ നിന്ന് മാറ്റിയിട്ടില്ലേ ട്രെയിനിങ് കൊടുക്കുന്നത്, എന്നിട്ടാണ് നമ്മൾ ജോബിൽ അവരെ അസൈൻ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ അല്ല, സോറി, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ് റീക്രിയേറ്റ്സ് the actual work conditions in a classroom setting? Classroom എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കും? Lecture method. vestibule training. Vestibule training. ഏതാണ്? Vestibule training. ലെക്ചർ മെത്തേഡ് അല്ല. ലെക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ്. ചോദ്യം എന്തായിരുന്നു? വിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ് റീക്രിയേറ്റ്സ് ആക്ച്വൽ വർക്ക് കണ്ടീഷനെ നമ്മളൊരു ക്ലാസ് റൂം സെറ്റിംഗ്സിനകത്തേക്ക് കൊണ്ടുവരുന്നത് ഏതാ? വെസ്റ്റിബ്യൂൾ അല്ലേ? ഓക്കെ, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ ട്രെയിനിങ് മെത്തേഡ് ഇൻവോൾവിംഗ് റിയലിസ്റ്റിക് ബിഹേവിയർ ഇൻ ആൻ ഇമാജിനറി സിറ്റുവേഷൻ യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് interpersonal skills is option A, lecture method. Option B, vestibule training. Option C, role playing. Option D, programmed instruction. Role playing. Okay, correct. Role playing. What is the traditional and direct method of instruction where an instructor organizes the material and gives a verbal presentation? So, lecture method. ഓപ്ഷൻ തരേണ്ട കാര്യമില്ല, അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാം കേട്ടോ. ലെക്ചർ മെത്തേഡ് കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ, വിച്ച് ഓഫ് ദ ജോബ് മെത്തേഡ് പ്രസന്റ് സബ്ജക്ട് മാറ്റർ ഇൻ എ കെയർഫുള്ളി പ്ലാനഡ് സീക്വൻഷ്യൽ സീരീസ് ബട്ട് ഈസ് ഓഫൺ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിംഗ്? ഓപ്ഷൻ എ, ലെക്ചർ മെത്തേഡ്. ബി, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. സി, റോൾ പ്ലേയിങ്. ആൻഡ് ഡി, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ. വളരെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ വളരെ എന്താ പറയാ ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ പക്ഷെ അവിടെ എന്താണ് മെറ്റീരിയലിനെ നമ്മളൊരു സീക്വൻഷ്യൽ സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സുകളാക്കി മാറ്റിയിട്ട് പ്രസന്റ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. ട്രെയിനിങ്, വാട്ട് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? നമ്മൾ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം കുറെ പോയിന്റുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, അപ്പൊ അവിടെ നിന്ന് മാറിപ്പോകരുത്. ഓപ്ഷൻ കേൾക്കാം, ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ഈസ് ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്? ഓപ്ഷൻ എ ഇതാണ്,
ട്രെയിനിങ് ഈസ് എ ലോങ് ടേം ഫോക്കസ്ഡ് while development is a short term focused. ഉത്തരം മനസ്സിലാക്കുക കേട്ടോ. ഓപ്ഷൻ ബി ഓപ്ഷൻ training is for current jobs while development prepares for future challenges. Okay. Option C, training is self motivated while development is motivated by management. Option D, training is a proactive process while development is a reactive process. ഒരെണ്ണമാണ് ഇതിലെ കറക്റ്റ് ആൻസർ ചെയ്താ ഒന്ന് പറഞ്ഞേ. ആരോ ആൻസർ പറഞ്ഞല്ലോ. ഡി ആണോ ആൻസർ? ആണോ? എ ആണല്ലോ കുറെ പേര് ആൻസർ പറഞ്ഞു. സാറേ അതിലേക്ക് ആൻസർ വനിത വനിത പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ്. എന്താണെന്നറിയോ? ബി ആണ് കേട്ടോ കറക്റ്റ്. നിങ്ങൾ പറഞ്ഞ ഓപ്ഷൻ എ ഒന്ന് ശ്രദ്ധിച്ചേ. ട്രെയിനിങ് ഈസ് ലോങ് ടേം ഫോക്കസ്ഡ് ആണോ? ട്രെയിനിങ് ഒരിക്കലും ലോങ് ടേം അല്ല. നിലവിലുള്ള ജോലിക്ക് നമ്മൾ ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അല്ലെ. അത് ലോങ് ടേം ഫോക്കസ്ഡ് ആണോ? അല്ല. അതുപോലെ ഡെവലപ്മെന്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ്. അത് ഭയങ്കര തെറ്റാണ്. ഡെവലപ്മെന്റ് ശരിക്കും തന്നെ വികാസമാണ്. അതാണ് ലോങ് ടേം ഫോക്കസ്. അതുകൊണ്ട് ഓപ്ഷൻ എ കറക്റ്റ് അല്ല കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ട്രെയിനിങ് ഈസ് ഫോർ കറന്റ് ജോബ്സ് വൈൽ ഡെവലപ്മെന്റ് പ്രിപ്പയർസ് ഫോർ ഫ്യൂച്ചർ ചാൻസസ് കേട്ടോ. ബാക്കി എല്ലാ ഓപ്ഷൻസും തെറ്റാണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് ഇത്ര വലിയ സെന്റൻസ് ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് ആൻസർ തെറ്റിപ്പോയതാവും. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു അതായിരിക്കുമല്ലോ. കാരണം വലിയ സെന്റൻസ് ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവും. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാഷ് പ്രോസസ്. ഓക്കെ, വൈൽ ട്രെയിനിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാഷ് പ്രോസസ്. ആ ഡാഷിന്റെ അവിടെ ഉള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഓപ്ഷൻ എ റിയാക്റ്റീവ് proactive. Option B, proactive, reactive. Option C, short term, long term. Option D, job oriented, career oriented. ഏതായിരിക്കും ആൻസർ വരിക പറഞ്ഞേ? Development is described as a dash process, while training is described as a dash process. ഏതാണ് വരിക? Training is a reactive process. Development is a proactive process. തെറ്റിപ്പോയല്ലോ. അതല്ല ആൻസർ. Training is a job-oriented process. അതാണോ? And development is a career-oriented process. ഇവിടെ കറക്റ്റ്, അതും ശരിയാണ്. കറക്റ്റ് ആൻസർ പ്രോയാക്റ്റീവ് എന്നാണ് കേട്ടോ. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോയാക്റ്റീവ് പ്രോസസ് വൈൽ ട്രെയിനിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ റിയാക്റ്റീവ് പ്രോസസ് കേട്ടോ. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. സോറി ജോബ് ഓറിയന്റഡ് കറക്റ്റ് അല്ല കേട്ടോ, തെറ്റാണ്. ചോദ്യം ഇതായിരുന്നു, ഡെവലപ്മെന്റ് ആണ് ആദ്യം ചോദിച്ചത്. ഡെവലപ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡാഷ് പ്രോസസ്. ഡെവലപ്മെന്റ് ആൻസർ ബി ആണ്. ഡെവലപ്മെന്റ് ഈസ് എ പ്രോയാക്റ്റീവ് പ്രോസസ്. പ്രോയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ട്രെയിനിങ്ങോ റിയാക്റ്റീവ് പ്രോസസ്. ഒരു റെസ്പോൺസ് നമ്മൾ പറയില്ല, ഒരു റെസ്പോൺസ് ഒരു ആക്ഷൻ ഒരു റെസ്പോൺസ് കൊടുക്കാം, അതാണ് റിയാക്റ്റീവ്. ട്രെയിനിങ് അതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ആ പോയിന്റുകൾ നോക്കാം കേട്ടോ. ട്രെയിനിങ് ഡെവലപ്മെന്റ് തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലേ, അതിനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് പ്രോസസ് ഫോക്കസസ് ഓൺ ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് an employee skills for the long term? ഇതാണെന്ന് പറഞ്ഞേ. ഞാൻ ഓപ്ഷൻ തരുന്നില്ല, നിങ്ങൾ തന്നെ പറയൂ. വിച്ച് പ്രോസസ് ഫോക്കസസ് ഓൺ ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്, അത് ലോങ് ടേമിലേക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് ആൻസർ? ഡെവലപ്മെന്റ് ആണ്, ട്രെയിനിങ് അല്ല കേട്ടോ. ഓക്കെ, ഓപ്ഷൻ അകത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നു, റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു, അപ്രൈസൽ ഉണ്ടായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ട്രെയിനിങ് ഈസ് ടിപ്പിക്കലി എ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ഡാഷ്. ട്രെയിനിങ് ഈസ് typically a result of initiatives taken by dash. While development is a result of initiatives taken by dash. Okay, ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കണേന്നാണ് ചോദ്യം. ട്രെയിനിങ് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, ഡെവലപ്മെന്റ് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സെൽഫ് മാനേജ്മെന്റ്, സെൽഫ് മാനേജ്മെന്റ്. ഓപ്ഷൻ ബി മാനേജ്മെന്റ് സെൽഫ്.
സി HR ഫിനാൻസ്, ഓപ്ഷൻ ഡി എംപ്ലോയി കസ്റ്റമർ. ഇതാണ് ഓക്കെ വരുന്നത്. കറക്റ്റ് ആണ് കേട്ടോ. ട്രെയിനിങ് ഈസ് ടിപ്പിക്കലി എ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ മാനേജ്മെന്റ്. ട്രെയിനിങ് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? മാനേജ്മെന്റ്. കാരണം മാനേജ്മെന്റിന്റെ ആവശ്യമാണത്. ആ ജോലി നന്നായിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ എംപ്ലോയീസിന് നിർബന്ധമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. അത് മാനേജ്മെന്റിന്റെ ആവശ്യമാണ് അല്ലെ. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? അത് സെൽഫാണ്. ഒരാൾക്ക് വികാസം. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു കരിയർ ആണ് അല്ലെ. അപ്പൊ അത് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആരുടെ? സെൽഫാണ്. ഒരു വ്യക്തി സ്വയം ഇനീഷ്യേറ്റീവ് എടുക്കുന്നതാണ് അയാളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? അത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിന്റെ ആവശ്യമാണ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. എളുപ്പമാണ്. അടുത്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ട്രെയിനിങ് ഈസ് പ്രൈമർലി, ട്രെയിനിങ് ആണ് കേട്ടോ ആദ്യം പറഞ്ഞത്. ട്രെയിനിങ് ഈസ് പ്രൈമർലി എ ഡാഷ് ഓറിയന്റഡ് പ്രോസസ്. ഓക്കെ, whereas development is a dash oriented process. Option A career job, option B job career, option C person role, option D future present. പറഞ്ഞേ. ബി അല്ലേ? ജോബ് ജോബ് കരിയർ. കരിയർ കറക്റ്റ് ആണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കരിയർ ഓറിയന്റഡ് പ്രോസസ് ആണ്. ഒന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. എല്ലാ ടെക്സ്റ്റിനുള്ളത് തന്നെയാണ് കേട്ടോ. അത് തന്നെ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി പോകുന്ന കാര്യമുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. The scope of training is considered dash, while the scope of development is considered as dash. Option A wide, narrow. Option B narrow, wide. Option C conceptual, technical. Option D holistic, individualistic. പറഞ്ഞേ, ആൻസർ ഏതായിരിക്കും? The scope of training is considered dash, while the scope of നാരോ ആൻഡ് വൈഡ്. നാരോ, വൈഡ്. കറക്റ്റ് ആണ്. ശരിയല്ലേ? ട്രെയിനിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നാരോ ആണ്. ഒരു ജോലി ചെയ്യുക, ആ ജോലി ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കുക. അതൊരു നാരോവർ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയാണോ? അല്ല, അതൊരു വൈഡർ കൺസെപ്റ്റ് ആണ് കേട്ടോ. അതിനുള്ള കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. What is management development? What is management development? Okay, option A process to train only non-managerial employees. Option B a one-time event for the new executives. Option C a systematic process of training and growth for individuals to manage organizations effectively. Option D a method for reducing the number of managers in a company. Answer പറഞ്ഞേ. ഓപ്ഷൻ സി മാനേജ്മെന്റ് ഡെവലപ്മെന്റ് സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ട്രെയിനിങ് ആൻഡ് അതെ, ഒരു ഓർഗനൈസേഷനെ വളരെ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവിടുത്തെ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ ഇൻഡിവിജ്വൽസിന്റെ ട്രെയിനിങ് ഗ്രോത്ത് കൊടുക്കണം അല്ലെ. അതിന് അവരുടെ ഗ്രോത്ത് ഉറപ്പാക്കാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിനായിട്ടുള്ള സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ. അല്ല, കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. An important assumption behind management development is that it is a option A one-time activity, option B process that occurs in a peaceful atmosphere, option C never-ending activity throughout an executive's work life, option D process that does not require participation. എന്താണ് പറഞ്ഞേ? സി ആണ്. നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണ് അല്ലെ, ത്രൂ ഔട്ട് ആൻ എക്സിക്യൂട്ടീവ് വർക്ക് ലൈഫ്. ശരിയാണ്. ഒരു മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലയളവ് മാത്രമല്ല. ആ ഒരു ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഓർഗനൈസേഷന് നിലനിൽപ്പുള്ളിടത്തോളം കാലം അതിന് ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം അല്ലെ. അതുകൊണ്ട് എന്താണ്? അതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ് അല്ലെ. നെവർ എൻഡിങ് ആക്ടിവിറ്റി ത്രൂ ഔട്ട് ആൻ എക്സിക്യൂട്ടീവ്സ് വർക്ക് ലൈഫ്. അല്ലാണ്ട് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം ഒതുക്കുന്നതല്ല. അല്ല, എല്ലാ കാലത്തും ഓർഗനൈസേഷൻ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ത്രൂ ഔട്ട് ആൻ എക്സിക്യൂട്ടീവ് വർക്ക് ലൈഫ് നിലനിൽക്കുന്ന ഒരു നെവർ എൻഡിങ് ആക്ടിവിറ്റി ആണ് എന്ത്? ഈ പറയുന്ന മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ്?
പെർഫോമൻസ് മാനേജ്മെന്റിന്റെ എയിം എന്താണെന്ന് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ എ ടു കണ്ടക്ട് ആനുവൽ റിവ്യൂസ് ഓഫ് എംപ്ലോയീസ് ഓൺലി. ഓക്കെ, ഓപ്ഷൻ ബി to create an environment where people can perform to the best of their abilities. Option C, to manage the company's financial performance. Option D, to discipline employees for the poor performance. Correct ആണ് ട്ടോ. Option B. Correct ആണ്. Create an environment where people can perform the best. അതായത് പീപ്പിളിന് അവർക്ക് ഏറ്റവും നല്ല എബിലിറ്റിയിൽ വർക്കാണ് പെർഫോമൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് മാനേജ്മെന്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ. കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ്. ഓപ്ഷൻ എ ഹയർ ന്യൂ എംപ്ലോയീസ്. Option B, observe and analyze employees' work. Option C, set the company's stock price. Option D, manage the supply chain. ഏതാണ്? B ആണ്. Analyze employees' work. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. എ കീ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ടു. എ കീ ഒബ്ജക്റ്റീവ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ടു. ഓപ്ഷൻ എ, ഐഡന്റിഫൈ ഓൺലി ദ വീക്ക്നെസ് ഓഫ് എംപ്ലോയീസ്. Option B, promote a one-way system of communication from manager to employee. Option C, enable employees to achieve superior standards of work performance. Option D, create the barriers to the effective performance. ഏതാണ് ആൻസർ പറഞ്ഞേ? സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. എന്താണ്? enabled employees to achieve superior standards of work performance. ഓരോ എംപ്ലോയീസിനെ ഏറ്റവും ടോപ്പ് ലെവലിൽ വർക്ക് പെർഫോം ചെയ്യാനായിട്ട് അവരെ എന്താണ് എബിലിറ്റി ആക്കാൻ, മീൻസ് അവരെ എനേബിൾ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഇങ്ങനെയുള്ള സെന്റൻസ് അത് കറക്റ്റ് ആ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. കറക്റ്റ് പറഞ്ഞു പോകുന്ന കാര്യത്തിൽ തന്നെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാന്ന് മാത്രം കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The performance management process. നമ്മൾ ലാസ്റ്റ് പഠിക്കുന്ന പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് ആണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്. അതിന്റെ 4 സ്റ്റേജ് ഒക്കെ നമ്മൾ പഠിച്ചില്ലേ? പ്ലാനിങ്, ഓക്കെ, ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. The performance management process begins with which stage? ബിഗിൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഓപ്ഷൻ പറയേണ്ട കാര്യമില്ല. ഏതായിരിക്കും സ്റ്റെപ്പ്? ഒരു പ്ലാനിങ് ആയിരിക്കും. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും അത് തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ എ കോച്ചിങ്, ബി റിവ്യൂവിംഗ്, ആക്ഷൻ പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? എല്ലാത്തിനും തുടക്കം എന്ത് തന്നെയാണ്? പ്ലാനിങ് ആണ് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ ദ പ്ലാനിങ് സ്റ്റേജ്, നമ്മളെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ 3 കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ പ്ലാനിങ് സ്റ്റേജ് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് ഗോൾസ് ഷുഡ് ബി സെറ്റ് ഇൻ വാട്ട് ഫോർമാറ്റ്? ഏത് ഫോർമാറ്റിലാണ്? ഓപ്ഷൻ എ വേഗ്, VAGUE, വേഗ്. അപ്പൊ അതിന്റെ ഫുൾ ഫോം ഒക്കെ എഴുതിയിട്ടുണ്ട്. വേഗ്, ആസ്പിറേഷണൽ, ജനറൽ, അൺറിലേറ്റഡ്, എൻഡ്ലെസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സ്മാർട്ട്, അറ്റൈനബിൾ, റെലവന്റ്, ടൈം ബേസ്ഡ്. അതാണ് കേട്ടോ. ആ ഒരു ഇതിലാണ് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം. ആഫ്റ്റർ മാനേജ്മെന്റ് സ്പെസിഫൈസ് ദ ജോബ് ആൻഡ് ഗോൾസ്, what is the next step in the planning stage? After the management specifies the job and goals, so what is the next step in the planning stage? കാരണം പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ 3 സബ്ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ അപ്രൂവൽ സ്റ്റേജ്. ഓപ്ഷൻ ബി ഫീഡ്ബാക്ക് സ്റ്റേജ് where employees give input. ഓപ്ഷൻ സി കോച്ചിങ് സ്റ്റേജ് begins immediately. and ഓപ്ഷൻ ഡി റിവ്യൂവിംഗ് സ്റ്റേജ്. പറയൂ, എന്താണ് ആൻസർ? പറഞ്ഞോ. ഒന്നുകൂടി ചോദ്യം വായിക്കണോ? ആഫ്റ്റർ മാനേജ്മെന്റ്
After management specifies the job and goals, what is the next step in the planning stage? അതായത് പെർഫോമൻസ് മാനേജ്മെന്റിലെ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പില് ജോബ് ആൻഡ് ഗോൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലാനിങ് സ്റ്റേജിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നാണ് ചോദ്യം. അപ്രൂവൽ സ്റ്റേജ് ആണോ? ഏതാണ്? സ്റ്റേജ്. അതെ, കറക്റ്റ് ആണ്. ഫീഡ്ബാക്ക് സ്റ്റേജ് വേറെ എംപ്ലോയീസ് ഗീവ് ഇൻപുട്ട് അങ്ങനെയല്ലേ ഇതിനകത്ത് പറയുന്നേ. രണ്ടാമത്തെ സ്റ്റേജ് ഫീഡ്ബാക്ക് സ്റ്റേജ് ആണ്. അതിൽ അവർക്ക് എംപ്ലോയീസിന് എന്ത് കൊടുക്കാം? അവരുടെ ഇൻപുട്സ് അവിടെ കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. കോച്ചിങ് മീറ്റിംഗ്സ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ. കോച്ചിങ് മീറ്റിംഗ്സ് ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ. ഓപ്ഷൻ എ പനിറ്റീവ് മെഷേഴ്സ് ഫോർ പുവർ പെർഫോമൻസ്. ഓപ്ഷൻ ബി സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്. ഓപ്ഷൻ സി ഓൺലി പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഓപ്ഷൻ ഡി അസൈനിങ് ബ്ലെയിം ഫോർ ദ മിസ്റ്റേക്സ്. ഇതാണ് പറഞ്ഞേ. എ ആണോ കറക്റ്റ്? സൊല്യൂഷൻ ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് കറക്റ്റ് കേട്ടോ. എ അല്ല കേട്ടോ. എ എന്താ ഞാൻ പറഞ്ഞേ? പനിറ്റീവ് മെഷേഴ്സ് ഫോർ പുവർ പെർഫോമൻസ്. അതായത് എംപ്ലോയീസ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച് അവരെ ശിക്ഷിക്കലാണോ നമ്മൾ കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല എന്ന് പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ കോച്ചിങ് കൊടുക്കാന്ന് പറഞ്ഞാൽ മോശം പ്രകടനം കാഴ്ചവെച്ചവരെന്ന് കുറച്ച് ശിക്ഷിച്ചേക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളിൽ പണിഷ്മെന്റ് കൊടുക്കാം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പനിറ്റീവ് മെഷേഴ്സ് ആണോ? അല്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ്. സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ്. ഇനി ഇൻ കേസ് മോശം പ്രകടനമാണെങ്കിൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക, അതുപോലെ കുറച്ചുകൂടെ കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓപ്ഷൻ സി ഓൺലി പോസിറ്റീവ് ഫീഡ്ബാക്ക്. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. ഓൺലി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് മാത്രമാണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല. ഡി എന്തായിരുന്നു? അസൈനിങ് ബ്ലെയിം ഫോർ മിസ്റ്റേക്ക്. തെറ്റ് ചെയ്തെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുക, അതാണോ? അല്ല. കറക്റ്റ് ആൻസർ എന്താണ്? സൊല്യൂഷൻസ് ആൻഡ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് തേർഡ് സ്റ്റേജ് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്. അപ്പൊ തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് മനസ്സിലോട്ട് വരണം. അടുത്ത സ്റ്റേജ് ആണ് പഠിച്ചത്. അതിൽ തേർഡ് സ്റ്റേജ് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്ലാനിങ്, ബി കോച്ചിങ്, സി റിവ്യൂവിംഗ്, ഡി ആക്ഷൻ. ഏതാണ്? റിവ്യൂവിംഗ്. ഓക്കെ, റിവ്യൂവിംഗ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ചോദ്യം. വിച്ച് പാർട്ട് ഓഫ് ദ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ് is typically backward looking to assess the previous year? Okay, option A monthly check-ins, option B performance review or appraisal, option C coaching sessions, option D revisiting objectives. എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ, പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്, ടിപ്പിക്കലി ബാക്ക്വേർഡ് ലുക്കിംഗ് ടു അസസ് ദ പ്രീവിയസ് ഇയർ. ഇതാണ് പെർഫോമൻസ് റിവ്യൂ ഓർ അപ്രൈസൽ. പ്രീവിയസ് ഇയറിലെ അസസ് ചെയ്യാന്ന് തന്നെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്? പെർഫോമൻസ് അപ്രൈസൽ ആണ്. നമ്മൾ പറഞ്ഞില്ല, ഇറ്റ് ഇസ് ദി ഇവാലുവേഷൻ ഓഫ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. ദാറ്റ് ഈസ് കോൾഡ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Rewards in the action stage of performance management must always be. Rewards in the action stage of the performance management must always be. Option A monetary, option B a promotion, option C not necessarily monetary, they can include new projects or recognition, option D kept private from other employees. ഇതാണ് കറക്റ്റ് ആൻസർ വരിക. പറഞ്ഞേ. പെർഫോമൻസ് മാനേജ്മെന്റില് നമ്മൾ പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ആക്ഷൻ സ്റ്റേജ്. അതിനകത്ത് റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. റിവാർഡ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മോണിറ്ററി, പണമായിട്ടുള്ള റിവാർഡ്സ് ആണോ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി പ്രമോഷൻ രൂപത്തിലുള്ള റിവാർഡ്സ് ആണോ? ഓപ്ഷൻ സി പറഞ്ഞത് നോട്ട് നെസസറി മോണിറ്ററി, പണം വേണമെന്ന് നിർബന്ധമില്ല. ദേ ക്യാൻ ഇൻക്ലൂഡ് ന്യൂ പ്രോജക്ട്സ് ഓഫ് അവർക്ക് പുതിയ പ്രോജക്റ്റുകൾക്കുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അംഗീകാരങ്ങളോ കൊടുക്കാം. ഓപ്ഷൻ ഡി കെപ്റ്റ് പ്രൈവറ്റ് ഫ്രം അതർ എംപ്ലോയീസ്, മറ്റുള്ള എംപ്ലോയീസിന് അവർക്ക് പ്രൈവസി കൊടുക്കാം. ഇതാണ് ആൻസർ പറഞ്ഞത്. സി ആണ് കറക്റ്റ് ആൻസർ. അതെ, നോട്ട് നെസസറി മോണിറ്ററി അല്ലെ. അതെ, പണം വേണമെന്ന് നിർബന്ധമില്ല. പണമായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷെ അത് വേണമെന്ന് നിർബന്ധമില്ല. അവർക്ക് വേണമെങ്കിൽ റിവാർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രോജക്റ്റുകൾ, പുതിയ പ്രോജക്റ്റുകൾ അവർക്ക് കൊടുക്കാം. അത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെക്കഗ്നീഷൻ ആണ് അല്ലെ, ഒരു പ്രൊമോഷൻ തന്നെയാണ്, എന്താണ് റിവാർഡ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് പഠിച്ചൊക്കെ പറയുന്നത് റിവാർഡ് എന്ന് പറയുമ്പോൾ പണമായിട്ട് കൊടുക്കുന്നത് തന്നെയല്ല റിവാർഡ് എന്ന് പറയുന്നത്.
നോൺ മോണിറ്ററി ആയിട്ട് കൊടുക്കുന്ന എന്തിനെ നമുക്ക് റിവാർഡ്സ് ആയിട്ട് കണക്കാക്കാം അല്ലേ? ഓക്കെ, അടുത്തത് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് എവിടുന്ന ചോദ്യം വന്നിരിക്കുന്നത്? നമ്മൾ ലാസ്റ്റ് പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ പഠിക്കുന്നുണ്ട് ലാസ്റ്റ് അല്ലേ? അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെയാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഈ ചോദ്യം ശ്രദ്ധിക്കുക. പെർഫോമൻസ് അപ്രൈസൽ typically have dash approach. Okay, while performance management is a dash approach. അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ ഹോളിസ്റ്റിക് ഇൻഡിവിജ്വലിസ്റ്റിക്, ഓപ്ഷൻ ബി ഇൻഡിവിജ്വലിസ്റ്റിക് ഹോളിസ്റ്റിക്, ഓപ്ഷൻ സി പ്രോസ്പെക്റ്റീവ് റിട്രോസ്പെക്റ്റീവ്, ഓപ്ഷൻ ഡി ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ്. ഏതാണ് ആൻസർ? അനിത് പറഞ്ഞു ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞു, ഷബന പറഞ്ഞു ബി ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഈസ് ടിപ്പിക്കലി ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് അല്ലെ? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോളിസ്റ്റിക് അപ്രോച്ച് ആണ്. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അത് ആ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് കേട്ടോ, performance management is considered a dash, while performance appraisal is a dash. Option A flexible inflexible, option B inflexible flexible, C a system a process, option D retrospective prospective. Answer പറഞ്ഞേ. Performance management is considered ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് കൺസിഡർഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ ഈസ് ഇൻഫ്ലെക്സിബിൾ. ഓക്കെ, അടുത്തത് കേട്ടോ, പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ ആരാണ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ? പെർഫോമൻസ് അപ്രൈസൽ ഈസ് കണ്ടക്ടഡ് ബൈ ദ ഡാഷ്, whereas performance management is the responsibility of dash. Option A managers, human resource department, option B human resource department managers, option C CEO employees, option D employee CEO. ഏതാണ്? Human resource department. B ആണ് കറക്റ്റ് ആൻസർ അല്ലേ? പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജേഴ്സ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻസിന്റെ ജസ്റ്റ് ഒരു ഡിസ്കഷൻ നടത്തിയത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോഡലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരിക കേട്ടോ. അപ്പൊ എവിടെയൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കും, ശരിക്കും ആ ചാപ്റ്ററിൽ അധികം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ട്രെയിനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കുക, കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം, അത് നല്ല ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കിട്ടിയ എളുപ്പമാണ്. അത് ട്രെയിനിങ് ഒരു ഷോർട്ട് ടേം ആണ്, ഡെവലപ്മെന്റ് ഒരു ലോങ് ടേം ആണ്, അങ്ങനെയൊക്കെയുള്ള പറയുന്ന കാര്യങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ് പെർഫോമൻസ് മാനേജ്മെന്റ്, എന്താണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. മാനേജ്മെന്റ് ഡെവലപ്മെന്റ് എന്ന് തന്നെ പറയുമ്പോൾ മാനേജ്മെന്റിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഓർഗനൈസേഷനെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്താണ്, ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിനെയാണ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അല്ലെ? പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് പെർഫോമൻസ് മാനേജ്മെന്റ്. പിന്നെ നമ്മൾ പഠിച്ചത് പെർഫോമൻസ് അപ്രൈസൽ ആണ്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ട് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് പെർഫോമൻസ് കേട്ടോ. പിന്നെ നിങ്ങൾ പെർഫോമൻസ് മാനേജ്മെന്റും പെർഫോമൻസ് അപ്രൈസലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് പ്രോസസ്സുകൾ 4 സ്റ്റേജ് ഉണ്ടല്ലോ, പ്ലാനിങ്, ആക്ഷൻ എന്നൊക്കെ പറയുന്ന, റിവ്യൂവിങ്, അതൊക്കെ ആ ഒരു സ്റ്റേജുകളും അതിന്റെ സബ് ഡിവിഷൻസുകളൊക്കെ മനസ്സിലാക്കി പോകുക കേട്ടോ. ഓക്കെ, ഈ ക്ലാസ് ഉപകാരപ്പെട്ടോ ഉള്ളതൊന്നും എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലും നമുക്ക് കുറച്ച് പുതിയ ടോപ്പിക് പഠിച്ചിട്ട് ബാക്കി ഒരു ഹാഫ് ആൻ അവർ പുതിയ ടോപ്പിക് പഠിച്ചിട്ട് അടുത്ത ഹാഫ് ആൻ അവർ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം, അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കി വെക്കാം. അതുപോലെ തന്നെ പിന്നെ ഒരു 29th എക്സാം എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 ക്ലാസ്സിന് മുമ്പ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലാസ്സിൽ ഒരു ഹാഫ് ആൻ അവർ പുതിയ ടോപ്പിക് നമുക്ക് പഠിക്കാം, ഹാഫ് ആൻ അവർ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടെ നടത്താം കേട്ടോ. ഓക്കെ, അപ്പൊ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയാണ് കേട്ടോ. മെറി ക്രിസ്മസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് കേട്ടോ. അപ്പൊ നല്ല പോലെ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോളൂ കേട്ടോ.
അതിന്റെ ഇടയിൽ കൂടെ പരീക്ഷയുടെ കാര്യം വിട്ടുപോകരുത്. ക്രിസ്മസ് ഒക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം അല്ലെ? ആ സമയത്തൊക്കെ നമ്മൾ എന്തായാലും ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്കണം. അതോടൊപ്പം തന്നെ പഠിക്കുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു ഇതൊക്കെ കഴിയുമ്പോ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഓക്കെ കേട്ടോ. കേട്ടോ. താങ്ക് യു.